പീഡനം 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 ഇത് കേരളമാണോ അല്ലെങ്കിൽ UP ആണോ? കേരളം തന്നെ അല്ലേ? എല്ലാ ദിവസവും പീഡനം മാത്രം. നമസ്കാരം. അപ്പോൾ റാപ്പർ വേടനെ ഇപ്പോൾ ശരിക്കും സമൂഹം അല്ലെന്നുണ്ടെങ്കിൽ ഒരു വിഭാഗം ആൾക്കാർ അല്ലെങ്കിൽ വളരെ കുറച്ച് ആൾക്കാർ റേപ്പർ വേടനാക്കിയിരിക്കണം. റേപ്പർ, അതായത് പീഡനത്തിന് ഇരയായ ഒരു സ്ത്രീ വന്നിട്ടുണ്ട് എന്നുള്ളൊരു ന്യൂസൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ മാധ്യമങ്ങൾ കണ്ടാണ്. ഈ പറയുന്ന വേടനെ കുറിച്ച് ഇപ്പോൾ ഒരുപാട് പരാതികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. 3 പരാതികൾ അതിനപ്പുറത്തേക്കായി. അപ്പോൾ ഒരു വ്യക്തി സാധാരണ നിലയിൽ നിന്നും വ്യത്യസ്തനായി ഉയർന്ന നിലയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് ശരിക്കും ഇതൊരു പീഡനമാണോ അല്ലെങ്കിൽ പീഡിപ്പിക്കുകയാണോ? ഇതേപോലുള്ള ആളുകൾ വന്നിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ ക്രൂരകൃത്യം ചെയ്തു അല്ലെങ്കിൽ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ വെറും വാക്കുകളായിരിക്കും. എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം ഒന്നും? തീർച്ചയായിട്ടും അത് പീഡിപ്പിക്കപ്പെടുന്നു. പുരുഷ പീഡനം എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഉയർച്ചയിൽ അസൂയ കൊണ്ടിട്ടുണ്ടായിട്ടുള്ള ചില കാര്യങ്ങളാണ്. അത് അവൻ്റെ പണം പിടുങ്ങാനും തട്ടിയെടുക്കാനും വേണ്ടിയിട്ടുള്ള ചില കുൽസിത ശ്രമങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു പ്രേക്ഷകൻ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ശരിക്കും അദ്ദേഹത്തിന്റെ പണം വിഴുങ്ങാൻ വേണ്ടി തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പൊ വേടനെതിരെ ഈ സെക്ഷൽ അബ്യൂസ്മെന്റ് പരാതി കൊടുത്തിരിക്കുന്ന ആ സ്ത്രീ ഒരു ഡോക്ടറാണ്, PG ഡോക്ടറാണെന്ന് പറയുന്നത്. അവരെന്തായാലും പുതിയ ലോകത്തെപ്പറ്റി ശരീരശാസ്ത്രത്തെപ്പറ്റിയും എല്ലാ കാര്യങ്ങളും അറിയാവുന്നവരായിരിക്കും. ഞാൻ പറയുന്നത് ശരിയല്ലേ? ഒരു ഡോക്ടറാണ് ഈ ഒരു തരത്തിൽ എന്നെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഇത്ര തവണ അല്ലെങ്കിൽ ഒരുപാട് തവണ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ശരീരശാസ്ത്രത്തെക്കുറിച്ച് വ്യക്തമായി അറിവുള്ളവരാണ്, ഡോക്ടറാണ്. അല്ലാത്ത സാധാരണ സ്ത്രീ അല്ല, അത് സ്ത്രീയല്ല. അപ്പോൾ അവർക്ക് ഈ ലോകത്തിൻ്റെതായിട്ടുള്ള പല അപ്ഡേഷൻസും അറിയാവുന്നവർ തന്നെയാണ്. അങ്ങനെ അറിയുന്ന ഒരാൾ പറഞ്ഞ് ഞാൻ 2 വർഷമായിട്ടെന്ന് പറഞ്ഞ് 2 വർഷം അങ്ങനെ പീഡിപ്പിക്കാൻ നിന്ന് കൊടുക്കലായിരുന്നു. അപ്പോൾ കളിയാക്കി ചോദിക്കുന്നതല്ല, ഇവർ ഉറക്കത്തിലായിരുന്നു. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഉഭയസമ്മതപ്രകാരം തന്നെയാണ്. കഴിഞ്ഞ ദിവസവും വീഡിയോ ഇതുപോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഒത്തിരി പ്രേക്ഷകർ കമന്റ് ബോക്സിൽ വന്നിരിക്കുന്നത് ആ ഒരു സ്ത്രീജനത്തിന്റെ അനുവാദ പ്രകാരമല്ലാതെ ഒരിക്കലും ഈ ഒരു പീഡനം നടക്കില്ല. നടന്നിട്ടുണ്ടെങ്കിൽ അവന് നടന്നേക്കണത്. പിന്നെ അവനിൽ നിന്നൊന്നും കിട്ടാതായപ്പോൾ അവർ പറയുന്നത് ചില ദുരാരോപണങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ദുരാരോപണം എന്ന് പറയുമ്പോൾ വ്യക്തമാക്കാവുന്ന ഒരേ ഒരു കാര്യമാണ് സാമ്പത്തികം. ഈ പറയുന്ന ഈ ഒരു വേടൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ പ്ലാറ്റ്ഫോമുകളില്ല, അദ്ദേഹത്തിന്റെ പെർഫോമൻസിന് വാങ്ങിക്കുന്നത് ലക്ഷങ്ങളോളമാണ്. അതുകൊണ്ട് ആ ഒരു ലക്ഷങ്ങളോളം വരുമാനം വന്നു തുടങ്ങിയതിന് ശേഷം ഇത് എത്രാമത്തെ പീഡനമാണ്? ഓരോരുത്തരും 2 വർഷം പീഡിപ്പിച്ചു, 3 വർഷം പീഡിപ്പിച്ചു. ഇതൊക്കെ നുണയാണോ? ഞാൻ വേടൻ്റെ ഒരു സപ്പോർട്ടറോ അല്ലെങ്കിൽ ഒരു ഫാനായിട്ടല്ല പറഞ്ഞത്. സത്യസന്ധമായിട്ട് ജസ്റ്റിഫൈ ആയിട്ട് നീതിപരമായിട്ട് നോക്കുമ്പോൾ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ അവൻ്റെ പൈസ പിടുങ്ങാനും അവൻ്റെ ഇതായിട്ടുള്ള ആ പ്രശസ്തിയെ ഇടിച്ചു താഴ്ത്താനും നടത്തിയ ഇവർ ആ സ്ത്രീ ചിലപ്പോൾ ആരുടെയെങ്കിലും ഉപകരണമായിട്ട് നിൽക്കുന്നതാണെന്നും ഒരു സംശയമുണ്ട്.